വിവാഹമോചന കേസിൽ അവിഹിതബന്ധം സ്ഥാപിക്കാൻ സാഹചര്യത്തെളിവുകൾ മതിയെന്ന് ഹൈക്കോടതി. അതീവ രഹസ്യമായി നടക്കുന്ന ഇത്തരം വിവാഹേതര ലൈംഗിക ബന്ധത്തിന് നേരിട്ട് തെളിവ് നൽകാൻ ബുദ്ധിമുട്ടാണ്. ഈ കേസിലെ കക്ഷികളുടെ വിവാഹം 2011 ജാനുവരിയിൽ നടന്നു. ഭർത്താവ് CRPF ഉദ്യോഗസ്ഥനാണ്. ലീവ് അനുവദിച്ച് കിട്ടുന്നതിനനുസരിച്ച് വർഷത്തിൽ 2 തവണ മാത്രമാണ് വീട്ടിൽ വന്നുപോകുന്നത്. ഭർത്താവിന്റെ അഭാവത്തിൽ ഭാര്യ അതേ ലൊക്കാലിറ്റിയിലുള്ള മറ്റൊരാളുമായി അടുപ്പത്തിലാകുകയും അവരിരുവരെയും പലയിടത്ത് വച്ചും പലരും കണ്ടതായി ഭർത്താവ് പരാതി ബോധിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഭാര്യയുടെ ആൺസുഹൃത്തിന്റെ ഭാര്യ പോലീസിൽ നൽകിയ പരാതിയുടെ രേഖയും ഹാജരാക്കിയിരുന്നു. ആൺസുഹൃത്തിന്റെ ഭാര്യയുടെ പരാതിയിൽ തന്റെ ഭർത്താവിന് കേസിലെ സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഈ കേസിൽ അവിഹിത ബന്ധത്തിന് തെളിവില്ലെന്ന് കണ്ട് കുടുംബക്കോടതി ഭർത്താവിന്റെ ഹർജി തള്ളുകയാണുണ്ടായത്. ഹർജിക്കാരന്റെ ഭാര്യയും ആൺസുഹൃത്തുമായി ലൈംഗിക ബന്ധമുണ്ടെന്ന് വ്യക്തമായി തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് കുടുംബക്കോടതി. മൊഴിയോ ഫോട്ടോഗ്രാഫ്സോ കൊണ്ട് ഫിസിക്കൽ റിലേഷൻ തെളിയിക്കാനാകില്ലെന്നാണ് കോടതി നിരീക്ഷിച്ചത്. ഫാമിലി കോടതിയുടെ ഈ വിധിക്കെതിരെ ഭർത്താവ് ഹൈക്കോടതിയെ സമീപിച്ചു. വിവാഹേതര ബന്ധത്തിന്റെ പേരിൽ ഡിവോഴ്സ് അനുവദിക്കണമെങ്കിൽ അവിഹിത ലൈംഗിക ബന്ധമുണ്ടായതായി തെളിയിക്കേണ്ടതുണ്ട്. എന്നാൽ നേരിട്ടുള്ള തെളിവ് നൽകുക എന്നത് പ്രയാസകരവുമാണ്. അതുകൊണ്ട് തന്നെ സാഹചര്യ തെളിവുകളെ ആശ്രയിക്കേണ്ടതായി വരും. ഈ കേസിൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷനുമായി ബന്ധപ്പെട്ട നോട്ടീസിനുള്ള റിപ്ലൈ നൽകിയിരുന്നില്ല. തനിക്ക് ഭർത്താവിൽ നിന്ന് നോട്ടീസ് ലഭിച്ചിരുന്നതായും എന്നാൽ മറുപടി നോട്ടീസ് നൽകാൻ കഴിയാതിരുന്നതായും ഭാര്യ വ്യക്തമാക്കിയിരുന്നു. ചെറിയൊരു ഗ്രാമത്തിൽ നടന്ന ഇത്തരം പ്രവൃത്തികൾ തേർഡ് പാർട്ടികൾ കാണാനിടയായത് ഭർത്താവിന് മാനസികാഘാതമുണ്ടാക്കിയതും കോടതി വിലയിരുത്തി. ഭാര്യയും ആൺസുഹൃത്തും ഒരുമിച്ച് സഞ്ചരിക്കുന്ന ഫോട്ടോസ് എടുത്ത് ആംബുലൻസ് ഡ്രൈവറുടെ മൊഴി ഹൈക്കോടതി പ്രത്യേകം നോട്ട് ചെയ്യുകയുണ്ടായി. ഇത്തരം സാഹചര്യങ്ങളെല്ലാം വിവാഹബന്ധം വേർപെടുന്നതിന് കാരണമായതാണ്. ഈ കേസിൽ ഭർത്താവ് ഹാജരാക്കിയ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഭർത്താവ് സമർപ്പിച്ച ഡിവോഴ്സിനുള്ള അപ്പീൽ അനുവദിക്കുകയുണ്ടായി. മദ്രാസ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് CV കാർത്തികേയനും ജസ്റ്റിസ് K രാജശേഖറും അടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.